ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഇംസോളും സുൻജയ് സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കാണാതിരിക്കാൻ വേണ്ടി അവള് പുറത്ത് ഡേറ്റിനൊക്കെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവര് സിനിമ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പം ഇവള് റെസ്റ്റ് റൂം പോകുന്ന സമയം നോക്കി സുൻജയ് അവിടുത്തെ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ എല്ലാം കാണും. അങ്ങനെ അവന് ഫൈനലി അവൻ ഇഷ്ടപ്പെട്ട പ്ലെയർ ഫസ്റ്റ് അടിക്കുന്നുണ്ട് സന്തോഷപ്പെടുമ്പോഴാണ്. അതേസമയം ഇവൻ ആ കോമ്പറ്റീഷൻ കണ്ട് വിഷമിക്കുമെന്ന് അറിഞ്ഞ് ഇംസോളും മൊത്തത്തിൽ ടെൻഷനാകും. അതിനുശേഷം അവൻ അവള് വിളിച്ചിരുത്തി സംസാരിക്കും. ഇംസോൾ, ഈ മത്സരം കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡേറ്റിനൊക്കെ വിളിച്ചോണ്ടെന്ന്. എനിക്ക് അത്രയ്ക്ക് മോശമായിട്ട് അവസ്ഥയൊന്നുമില്ല. പോരാതെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ജയിക്കുന്ന കാണാൻ എനിക്ക് സന്തോഷമുള്ളു, അല്ലാതെ എനിക്ക് വിഷമമൊന്നുമില്ല. ഓ, അങ്ങനെയാണ് നീ വിചാരിച്ച്? ഞാൻ വിചാരിച്ച് നിനക്ക് ആ കോമ്പറ്റീഷൻ കാണുമ്പോൾ ചെറിയ ഫീലൊക്കെ വരുമെന്ന്. ഏതിന് അവള് വിഷമിക്കുമ്പോഴാണ് അവനും, ഹിംസോൾ, ഒരു പക്ഷേ എനിക്ക് ഷോൾഡർ ഇഞ്ചുറി പറ്റി സ്വിമ്മിംഗ് തന്നെ നിർത്തുമെന്ന് ഞാൻ അറിഞ്ഞാൽ പോലും ഞാൻ സ്വിമ്മിങ്ങിൽ പങ്കെടുത്തേനെ. കാരണം എനിക്ക് സ്വിമ്മിംഗ് ചെയ്യാൻ താല്പര്യം. അത് ആരെ കൊണ്ടും തടയാൻ പറ്റത്തില്ല. എനിക്ക് അതിൽ കിട്ടുന്ന സന്തോഷം വേറെ ഇതിലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനെ ആലോചിച്ച് നീ ഒന്നും വിഷമിക്കണ്ട, ഞാൻ ഓക്കെ ആണ് കേട്ടോ എന്നിന് അവൻ അവളെ സമാധാനപ്പെടുത്തും. അതേസമയം ഇപ്പൊ ചേട്ടനും ആക്ടിംഗ് ക്ലാസ് ഒക്കെ പോയിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവനെ കാണാൻ വേണ്ടി കൂട്ടുകാരി ഹുൻജി അവിടേക്ക് വരും. അങ്ങനെ അവൾ അന്ന് ഇവൻ ഡ്രസ്സ് എന്ന് സഹായിച്ചോണ്ട് ആ ഡ്രസ്സ് കഴുകി തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് വാങ്ങിച്ചിട്ട് ചേട്ടനും, ഓ നീ ഡ്രസ്സ് കഴുകാൻ എന്തോ ഇന്ത്യ വരെ പോയാ? എന്തിനാണ് ഇത്ര സമയമായ? ഓ പിന്നെ ഞാൻ നിന്നെ പോലെ ചുമ്മാ വായി നോക്കി നടക്കുമല്ല, ഞാന് ഒരു സ്റ്റുഡന്റ്, സമയം കിട്ടിയാലല്ലേ തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എടി, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇത്ര റൂഡായിട്ട് സംസാരിക്കും? നീ കോളേജ് സീനിയറായെന്ന് പറഞ്ഞ് നിന്റെ തലയ്ക്ക് എന്തോ കൊമ്പ് വന്നോ? എന്നിന് ചേട്ടന് സംസാരിച്ചോണ്ട് ഡ്രസ്സ് വെക്കുമ്പോഴാണ് ഇവന് വേണ്ടി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചേക്കും. അതോടെ അവന് സന്തോഷെത്തി. ഓ ഹുൻജിയ, ഇത് ആദ്യമേ നീ എന്നോട് പറയണ്ടേ? നിനക്ക് നല്ല മനസ്സാ മോളെ, ഇത് എന്റെ സ്റ്റൈലാ. എന്നിന് ചേട്ടന് സന്തോഷപ്പെടുമ്പോഴാണ് അവളുടെ അങ്കിളും പുതിയ പല്ലൊക്കെ ഫിറ്റ് ചെയ്തെന്നോ ചോദിക്കും. അപ്പനാണ് ചേട്ടനും പല്ല് കാണിച്ചിട്ട്, പിന്നല്ലാതെ നിന്റെ അങ്കിൾ നല്ല ടാലന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കുന്ന കുറെ പേരുടെ പല്ലൊക്കെ അയാൾ ടെസ്റ്റ് ചെയ്ത് കാണുന്ന, കാരണം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മാച്ച് ചെയ്യുന്നൊരു പല്ലെന്ന്. എന്നിന് അവരുണ്ട് സംസാരിച്ചിട്ട് കൂട്ടുകാർ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ആൾക്കാർ നടക്കുന്ന വഴിയിൽ സൈക്കിൾ പോയതോടെ ചേട്ടനും പെട്ടെന്ന് അവളെ സേഫ് ആക്കും. എടാ, നിങ്ങൾക്കൊക്കെ റോഡിൽ കൂടെ സൈക്കിൾ ഓടിച്ചോളാം എന്നിന് ചേട്ടനെ വഴക്ക് പറഞ്ഞോണ്ട് ഇവളെ നോക്കുമ്പോഴാണ് ഇവൾക്ക് പെട്ടെന്ന് ചേട്ടനോട് അട്രാക്ഷൻ ആകും. അങ്ങനെ ഇതിനുമ്പ് സഹായിച്ചും ഇപ്പൊ ഹെൽപ്പ് ചെയ്തൊക്കെ ആലോചിച്ചിട്ട് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി പെട്ടെന്ന് അവിടെ നടന്നു പോകും. എനിക്കിതെന്തോ പറ്റി? ഇവനെ കണ്ടിട്ട് ഞാൻ എന്തിനാ ഇത്രയ്ക്കും ടെൻഷനായ? എന്നിന് അവളും കുറച്ച് കൺഫ്യൂസ് ആയിരിക്കും. അതിനുശേഷം സിനിമയെ കണ്ടിട്ട് സുൻജയും സോളും തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് അവൾ ഇനി കോളേജ് പരീക്ഷയെ കൊണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കേട്ട് അവനും, എനിക്കും എക്സാം ഒക്കെ എഴുതണം, ഞാനും ഒന്നും കൂടെ പഠിച്ചാലോ എന്ന് ആലോചിക്കുക. എന്നിന് ഇവൻ പറഞ്ഞോടെ അവളും സന്തോഷത്തി, സുൻജയ, അപ്പൊ നീ എന്റെ ചേട്ടനെ പോലെ ഒരു PT ടീച്ചർ ആകാൻ പോകണം. നിനക്ക് സ്വിമ്മിങ്ങിൽ താല്പര്യമില്ല, അപ്പൊ നീ അതിന്റെ ഒരു ടീച്ചർ ആവാം. എന്നിന് ഇവളും അവന്റെ ഫ്യൂച്ചർ മാറ്റാൻ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും, ഓ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, എന്നെ കൊണ്ട് ടീച്ചറൊക്കെ ആകാൻ പറ്റുമോ? എന്നിട്ട് ഇവന് സംശയത്തോടെ സംസാരിക്കുമ്പോഴാണ് അവളും അവന് ഫുൾ കോൺഫിഡൻസ് തരും. സുൻജയ, നിന്നെ കൊണ്ട് പറ്റാത്തൊന്നുമില്ല, നീ പഠിക്കുവാണെങ്കിൽ നിന്നെ കൊണ്ട് ഡോക്ടർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം, പക്ഷെ നിന്റെ തല ഒന്ന് നിൽക്കാത്തോണ്ട് ഞാൻ നിന്നെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് ഇവളും പറഞ്ഞ് നടക്കുമ്പോൾ അവനും കുറച്ച് സന്തോഷത്തി, എങ്കിൽ പിന്നെ ഇവള് ഡെയിലി പഠിപ്പിച്ചു തരുമെന്ന് അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കും. അപ്പോഴാണ് അതേസമയം അവിടെ ഇംസോളിന്റെ അമ്മ വേറൊരു വ്യക്തിയായിട്ട് കണ്ട ഉടനെ ഇവനും വെൽക്കം ചെയ്യാൻ വേണ്ടി പോകും. ഇതോടെ അവളും ദേശത്തി അവനെ പിടിച്ച് മാറ്റിയിട്ട്, മിണ്ടാരാളാ, എന്റെ അമ്മ ആരെങ്കിലും ഇപ്പൊ നമസ്കരിക്കാൻ പറഞ്ഞ, അവരാരാണ്ട് ഡേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഏതിന് ഇവർ രണ്ടുപേരും കൂടെ ഒളിഞ്ഞിരുന്ന് കണ്ടോണ്ടിരിക്കും. അപ്പനാണ് അതേസമയം സുൻജയുടെ അച്ഛനെ കാണിക്കുന്നത്. അങ്ങനെ അവൻ ഇപ്പൊ വീട്ടിലില്ലാത്തോണ്ട് സമാധാനത്തിൽ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കണ്ടോണ്ട് നമ്മൾ ജയിച്ചറാ ഹുറേ എന്ന് പറഞ്ഞ് അച്ഛന് സന്തോഷത്തിൽ വിളിച്ച് കൂയിക്കൊണ്ടിരിക്കും. അപ്പനാണ് അതേസമയം ഇംസോളിനെ കൊണ്ടാക്കിയിട്ട് സുൻജയ് വീട്ടിനകത്ത് കയറുന്നത്. എന്തു അച്ഛാ ഹുറേന്ന് നല്ല സന്തോഷത്തിലൊക്കെ സംസാരിക്കുന്നത്. ഏതിന് അവനെ ഒന്ന് ഫ്രണ്ട് നിൽക്കുമ്പോഴാണ് അച്ഛനെ മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് വീണ്ടും ആക്ട് ചെയ്യാൻ തുടങ്ങും. ഹുറേ, എന്റെ മോൻ തിരിച്ച് വീട്ടിലേക്ക് എത്തി, പൊളിച്ചു മോനെ, ഇങ്ങനെ വേണം രാത്രിയായി വീട്ടിലേക്ക് എത്താൻ, നീ മോൻ പോയി ബെഡിൽ കിടന്നു. എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇവനെല്ലാം മനസ്സിലായിട്ട് മത്സരം വേണം TV ഇട്ട് കാണാൻ പറയും. ഇത് കേട്ട് അച്ഛനും, മോൻ എന്തോ സംസാരിക്കുന്നത്? ഏത് മത്സരം? പുറത്തു വല്ല മത്സരം നടക്കുന്നുണ്ടോ? അച്ഛാ, ആ പോക്കറ്റ് ഞാൻ ആന്റനെ കണ്ട്, നിങ്ങൾ ഹുറേ ഹുറേന്ന് മത്സരം കണ്ടിട്ടല്ലേ വിളിച്ചു പോവിയെ, മര്യാദയ്ക്ക് TV ഇട്ട് കാണുന്നത്, എനിക്കൊന്നും കുഴപ്പമില്ല. എന്നിന് അവനും കണ്ടുപിടിക്കുമ്പോഴാണ് ഇതോടെ അച്ഛന് ഇവന് മനസ്സ് മാറ്റാൻ വേണ്ടി, എടാ ഇത് വേറെ ആന്റനെയാ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നീ വിഷമിക്കുന്ന പറഞ്ഞ് ഞാൻ എന്തിനാ സ്വിമ്മിംഗ് കോമ്പറ്റീഷനെ കാണാതിരിക്കുന്നത്? എനിക്ക് നല്ല പ്രായമായി, എനിക്കൊക്കെ എൻജോയ് ചെയ്യണം. ഓ പിന്നെ നിന്നെ കുറിച്ച് വിഷമിച്ചിട്ടല്ലേ എനിക്ക് വേറെ പണിയുള്ള, ഞാൻ പറഞ്ഞില്ല TV കേടായി കിടക്കും, അതുകൊണ്ട് ഞാൻ അതിനകത്തും കാണാത്ത. എന്നിന് അച്ഛനും പറയുമ്പോഴാണ് ഇവൻ അടുത്തേക്ക് ചെന്നാൽ TV ഓണായി കൊടുക്കും. അതോടെ അച്ഛന് ഷോക്കായി, അയ്യോ ഈ TV വർക്ക് ചെയ്യോ, നിന്റെ ലക്കാന്ന് തോന്നുന്നു മോനെ. എന്നിന് അച്ഛൻ അവസാനം വരെ വിട്ടുകൊടുക്കാത്തോണ്ട് അവന് സമാധാനത്തിൽ അച്ഛൻ TVക്കകത്ത് സ്വിമ്മിങ് കണ്ട ഞാനൊന്നും വിഷമിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ അച്ഛനെ സമ്മാനപ്പെടുത്തും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇംസോളും അവളുടെ റൂമിൽ ഇരുന്നോണ്ട് ഇന്ന് അവളുടെ അച്ഛൻ മരിച്ച ദിവസം എന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് ചേട്ടനും വന്നിട്ട് ഇവൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ എന്ന് പറയും. കാരണം ഇവളുടെ പേഴ്സും ഫോണും കൂടെ മിസ്സായി കാണും. അങ്ങനെ അതുകൊണ്ട് അവൾ സ്റ്റേഷനിൽ ചെന്ന് അവളുടെ പേഴ്സും ഫോണും വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് ഇവളുടെ ഫോൺ മാത്രം കിട്ടില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവൾ അവിടുത്തെ ടെലിഫോൺ നമ്പർ എന്നൊക്കെ വിളിച്ചു നോക്കും. പക്ഷെ ഇവളുടെ ഫോൺ എടുത്തിട്ട് ആ ഫോൺ എടുത്ത് വെച്ചേക്കുന്ന വ്യക്തി തിരിച്ച് സംസാരിക്കത്തില്ല. അങ്ങനെ ഇവളും ആ പഴയ ഫോണൊക്കെ എന്തിനാ എടുത്തോണ്ടെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിനുമുമ്പ് വെള്ളം അടിച്ച ഒരാൾ ഇവളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലത്ത്
സമയത്ത് ഒരു ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ അവിടെ കൂടി നിൽക്കും. ഇത് കണ്ട് അവള് ഷോക്കായിരിക്കുമ്പം അതേസമയം ആ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരാളുടെ കീച്ചൈൻ ഇങ്ങനെ ആടുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഇവൾക്ക് എന്തോ ഓർമ്മ വരും. കാരണം ഇതിനു മുമ്പ് കാർ ആക്സിഡന്റ് ഇവളുടെ കാല് പോയപ്പം ആ സമയത്ത് ഇതേ സൗണ്ട് അവൾ കേട്ട് കാണും. കാരണം ഇവൾക്ക് നടന്നത് ആക്സിഡന്റ് അല്ലായിരുന്നു, ഒരു മർഡർ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അങ്ങനെ ആ കീച്ചൈനും വെച്ചോണ്ടിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ ഇവളുടെ കളഞ്ഞായ മൊബൈൽ ഫോണും കാണും. അങ്ങനെ അവനും ഇവളുടെ ആ ഫോട്ടോയും കണ്ടോണ്ട് ഒരു സൈക്കോ പോലെ ബിഹേവ് ചെയ്തോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവളാണ് ആ സൗണ്ട് എവിടെ കേട്ടെന്ന് ഓർമ്മയില്ലാതെ അവൾ തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അവൾ അവളുടെ അമ്മയുടെ കൂടെ പുറത്ത് ഷോപ്പിംഗ് പോകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പഠിക്കാൻ വയ്യാത്തോണ്ടാണോ കൂടെ വരാന്ന് പറഞ്ഞെന്ന് അമ്മ അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അവളും അയ്യോ അമ്മ അങ്ങനൊന്നുമില്ല, നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നാ. പിന്നെ അമ്മേ നിങ്ങളൊരു ഹാൻഡ്സമായ പയ്യനെ നോക്കി ഡേറ്റ് ചെയ്യത്തുന്നത്, എനിക്കിതിനൊക്കെ സമ്മതം എന്നിന് ഇവൾ അമ്മയോട് പറയും. കാരണം ഇവളുടെ ആക്സിഡന്റിന് ശേഷം അമ്മ ഇവൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ട് കാണും. അങ്ങനെ അതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് സപ്പോർട്ടിന് ഇവളൊരു കല്യാണം കഴിക്കാൻ പറയുമ്പോഴാണ് അതേസമയം അമ്മ ഇതെല്ലാം കേട്ടിട്ട് നിനക്കെന്തോട് വട്ടായ, ഇന്ന് നിന്റെ അച്ഛൻ മരിച്ച ദിവസം നിനക്ക് ഞാൻ വേറൊരു പയ്യനായിട്ട് സെറ്റായിട്ട് നടക്കുന്ന കാണണം, ഒന്ന് പോയാ എനിക്കൊന്നും ആരെയും വേണ്ട എന്നിന് അമ്മ അവള് വഴക്കുറഞ്ഞ് മിണ്ടായിരിക്കാൻ പറയും. അതേസമയം ഇവിടെ ചേട്ടനും കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നേക്കുമ്പോഴാണ് അവിടെ ഒളിമ്പിക്സിന്റെ മാച്ച് നടക്കുന്നുണ്ട്. ചേട്ടന് അത് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് സുഞ്ചയം വന്നിട്ട് ചേട്ടൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് ആ മാച്ച് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരും നമ്മുടെ ടീമായിരിക്കും ജയിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ നോക്കാതെ തന്നെ കൈയും പിടിച്ച് ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മത്സരത്തിൽ ഇവരുടെ ടീമും ജയിച്ച ഉടനെ രണ്ടുപേരും സന്തോഷിച്ച് തുള്ളിച്ചാടുമ്പോഴാണ് ചേട്ടനും പെട്ടെന്ന് അവനെ കണ്ടിട്ട് എടാ നാറി, നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലേ, നീ അല്ലേടാ എന്റെ പാവം അനിയത്തിയെ വെള്ളം അടിപ്പിച്ച, എനിക്കറിയാം നീ എന്റെ അപ്പുറത്തെ വീട്ടിലെ പയ്യനാ, ഏതാണ്ട് സാധനമൊക്കെ കലക്കി നിന്റെ അച്ഛൻ്റെ കൊടുത്ത് നീ അവളെ വെള്ളം അടിപ്പിച്ച്, നാണെല്ലാത്തിന് എത്ര നേരം നീ എന്റെ അടുത്ത് നിൽക്കും. എന്നിന് ചേട്ടനും ചൂടാകുമ്പോഴാണ് ഇവൻ ആലോചിച്ച് നോക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്ത്. എന്നിന് അവനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അന്ന് സ്വിമ്മിംഗ് പൂളിൽ നടന്ന കാര്യമൊക്കെ ഇവന് ഓർമ്മ വരുന്നത്. അതിനുശേഷം ചേട്ടനും ഇവനെ പുറത്തേക്ക് വിളിച്ചെടുത്ത് പനിഷ്മെന്റ് കൊടുക്കും. മേലെ അവളുടെ പുറകെ നീ പോയാല നിനക്ക് ഫുൾ പനിഷ്മെന്റ് ആയിരിക്കും, ഈ റോഡിൽ കിടന്ന് പുഷപ്പടിയാളാ. എന്നിന് ചേട്ടൻ പറയുമ്പോഴാണ് അവനും സോറി ചേട്ടാ എന്റെ ഷോൾഡർ ഇഞ്ചുറി ഉണ്ട്, എനിക്ക് പുഷപ്പ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല. ആണോ, എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ആ ഒരു ഇംസോളിന്റെ ബോയ് ഫ്രണ്ടോ? എന്നിന് ചേട്ടൻ ചോദിക്കുമ്പോഴാണ് അവനും ഇതുവരെ ഞാൻ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടില്ല. എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് ചേട്ടനും ദേഷ്യപ്പെട്ടിട്ട് ഇതുവരെ ആയിട്ടില്ലെന്നോ, അപ്പൊ നീ ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയാം അവൾ എന്റെ രക്തമായതുകൊണ്ട് എന്നെ പോലെ കാണാൻ സുന്ദരിയായിരിക്കുന്നു, ഇനിയിപ്പോ നീ അല്ലെങ്കിൽ അവൾക്ക് വേറെ ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ടോ? ആ എനിക്ക് പിടികിട്ടി, അന്ന് അവൾ ഒരു ദിവസം വീട് കത്തിയപ്പോ ഒരു പയ്യനായിട്ട് വന്ന്, അവനെ കാണാൻ കിടിലാണല്ലേ, സെറ്റ് പയ്യനവൻ, നിന്നെക്കാളും ബെറ്റർ ആടാ. ഏതിന് ചേട്ടനും പറഞ്ഞോടെ അവനും ജലസായിട്ട് എന്തോ അങ്ങനെയൊക്കെ പറയുന്നത്, എന്നെക്കാളും അവൻ എങ്ങനെ ബെറ്റർ ആയ, എന്നെക്കാളും എന്തുവാടാ അവൻ ബെറ്റർ ഇല്ലാത്ത, അവനെക്കാണ് ഹാൻഡ്സമാ, അവന്റെ ഡ്രസ്സിങ് സ്റ്റൈലും പൊളിയാ, നീ എന്തോ തുണിയൊക്കെ കൊടുത്തേക്കുന്നത്, ഒരു സ്റ്റൈലില്ല ഒരു ഒടുക്കവും ഇല്ല, അവനെ കണ്ടില്ല, അവൻ തീയൊക്കെ കത്തിയപ്പം എത്ര മാസമായിട്ട് അവന് രക്ഷിച്ച ഞങ്ങളെയൊക്കെ. എന്നിന് ചേട്ടനും പറയുമ്പോഴാണ് അവന് കട്ട ജലസായിട്ട് ചേട്ടാ നിങ്ങൾ അങ്ങനെയൊന്നും ഒരു ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യല്, അതൊക്കെ മോശം. എന്നിന് ഇവരും പറഞ്ഞോടെ ചേട്ടൻ ദേഷ്യം വന്നിട്ട് എത്ര ധൈര്യം നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും, പനിഷ്മെന്റ് ഇതുവരെ തീർന്നില്ല മോനെ, അറ്റൻഷൻ. എന്നിന് അവനെ ഡ്രാഗ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് വന്നോണ്ടിരുന്ന ഇംസോൾ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് ഓടി ചെല്ലും. ചേട്ടൻ നിങ്ങൾ എന്തോ കാണിക്കുന്നത്, സുഞ്ച എന്ത് തെറ്റെന്ന് പറഞ്ഞ അവൻ ഇത്രയും പനിഷ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്, നീ മിലിറ്ററി പോയി ഇതാണ് അവിടെ പഠിച്ചോണ്ടെന്നെ, നിനക്ക് കുറെ പനിഷ്മെന്റ് അവിടെ കിട്ടിക്കാണെന്ന് തോന്നുന്നു, അതുകൊണ്ടല്ലേ നീ വെറുതെ ഇവനിട്ട് ഇത്ര കഷ്ടപ്പെടുത്തുന്നത്. ഏതിന് ഇവളും ദേഷ്യപ്പെട്ട ഉടനെ ചേട്ടനും ആരെ നോക്കിയാൽ ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവളടിച്ച് പൊട്ടിക്കും. അപ്പോഴാണ് അതേസമയം പുറയുന്ന അമ്മ ഇവരടിച്ചിട്ട് റോഡിൽ നിന്ന് അടി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് അതേസമയം ഇംസോൾ ഒന്നില്ല ബായ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ചേട്ടൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് അവളെ നോക്കിയാൽ നീ തീർന്നെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവന് റൂമിലേക്ക് ചെന്നിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ അവനും ടേസുങ്ങിന്റെ അക്കൗണ്ടൊക്കെ എടുത്തു വെക്കും. ഇവനെ കാണാൻ ഹാൻസം ഒന്നും ഇല്ലല്ലോ, ഇവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ അത്രയ്ക്കും ഫാഷനൊക്കെയാണോ. എന്നിട്ട് ഇവൻ അറിയാതെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അറിയാതെ ഒരു ലൈക്കും വീണും. ഇതോടെ അവന് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോൾ കിം ടേസുങ്ങും പെട്ടെന്ന് എന്റെ ഫോട്ടോസൊക്കെ കണ്ട് സൂഹിക്കുമെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ഇട്ടേക്കും. അതോടെ ഇവന് മൊത്തം നാണക്കേടായി പോകും. അതേസമയം ഇവിടെ സുഞ്ചയുടെ കൂട്ടുകാരനും എക്ലിപ്സ് എന്ന് പറഞ്ഞ ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കിം ടേസുങ്ങിനെ പ്രാക്ടീസിന് വിളിക്കുമ്പോഴാണ് അവനും ബിസിയാന്ന് പറഞ്ഞ് പതിയെ വരാന്ന് പറയും. അതുകൊണ്ട് ഇവന്മാര് 15 മിനിറ്റ് അവന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുമ്പോഴാണ് അടുത്തുള്ളൊരുത്തിനും 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവന് വീട്ടിൽ പോകാൻ വേണ്ടി നോക്കും. അതോടെ കൂട്ടുകാരും ദേഷ്യത്തി ഇവന്മാരെയൊക്കെ വെച്ച് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കിം ടേസുങ്ങും ഇല്ലാതെ ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അവരാണ് മറ്റവനും പാടുന്ന കണ്ട് കൂട്ടുകാരൻ നല്ല ടെൻഷനായിട്ട് ഇനി ഇവന് പകരം സുഞ്ചയെ പാട്ടുകാരനാക്കണമെന്ന് പറഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇംസോളും അവളുടെ ഫാമിലി ആയിട്ട് അച്ഛന്റെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവള് മനസ്സിൽ വിചാരിക്കും, അച്ഛാ ഈ തവണ എന്നെയും സുഞ്ചയെയും രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഒത്തിരി പേടിച്ചിരിക്കുക, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ ശ്രമിച്ചു നോക്കും. എന്നിന് അവളും പ്രാർത്ഥിച്ചിട്ട് പുറത്ത് സുഞ്ചയെ കാണാൻ വേണ്ടി പോകും. സുഞ്ചയെ, എന്റെ അച്ഛൻ എന്നെ കൊച്ചിലെ സൈക്കിളൊക്കെ ഓട്ടിക്കാൻ പഠിപ്പിക്കും, പക്ഷെ എനിക്ക് സൈക്കിൾ ഓട്ടിക്കാൻ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് സൈക്കിൾ ഓട്ടിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ഇപ്പൊ ഞാൻ ഓട്ടിക്കുന്ന അച്ഛൻ കാണുമായിരുന്നെങ്കിൽ അച്ഛൻ നല്ലോണം സന്തോഷപ്പെട്ടാനല്ലേ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും എങ്കിൽ പിന്നെ നമുക്ക് സൈക്കിൾ ഓടിച്ച് പഠിക്കാം, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിലും മുകളിൽ നിന്നെ കാണും. എന്നിന് അവൻ പറഞ്ഞു കേട്ട് അവളും പഴയ സൈക്കിളൊക്കെ എടുത്ത് ഓട്ടിച്ച് നോക്കി പഠിക്കുമ്പോൾ
പഠിപ്പിക്കുമ്പോഴാണ് ഇവളും തറയെ തന്നെ വീണോണ്ടിരിക്കും. അപ്പരാണ് അതേസമയം ഇവളിങ്ങനെ വീഴുന്ന കണ്ടിട്ട് സുൻജ അവിടേക്ക് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യും. നീ ആദ്യം ആ സൈക്കിളിൽ നിന്ന് പുറത്തിറങ്ങിയ, ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. നിന്റെ സീറ്റ് ഒന്നും ശരിയല്ല, ആദ്യം ആ താത്ത് വയ്ക്കുക, അതുകൊണ്ടാണ് നീ ഇങ്ങനെ വീണെന്ന് പോകുന്നത്. എന്നിന് അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവള് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവൻ ഇനി സൈക്കിൾ പഠിക്കാന്ന് പറഞ്ഞ് അവളെ എടുത്ത് ട്രെയിനിങ് ചെയ്യിപ്പിക്കും. ഇതോടെ അവള് സന്തോഷത്തിൽ ഇവൻ പഠിപ്പിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോഴാണ് അവനൊരു PT ടീച്ചർ ആവാണ്, ഇതൊക്കെ ചെയ്യാൻ പറ്റൂലേ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയും. അതോടെ അവളും പേടിച്ചിട്ട് എങ്കിൽ പിന്നെ സുൻജയ, ഞാൻ നല്ലോണം ഓട്ടിച്ചില്ലെങ്കിൽ നീ സാറുമാരെ പോലെ എന്നെ വഴക്കുറയോ, അങ്ങനെയാണെ പറഞ്ഞേക്കണേ. എന്നിന് ഇവള് പേടിക്കുമ്പോഴാണ് അവനും, ഇംസോൾ നീ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചേ? എന്റെ സ്ട്രെങ്ത് എന്താന്ന് വെച്ചാല് സമാധാനം. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരത്തില്ല. എന്നിന് അവനും സമാധാനത്തിൽ പറഞ്ഞിട്ട് ഇവൾ ഓട്ടിക്കുന്നുണ്ട്. അവനും ദേഷ്യപ്പെട്ടോണ്ടിരിക്കും. എന്തോടി ഓട്ടിക്കുന്നത്, നീ ഹാൻഡിൽ നല്ലോണം പിടിക്കടി. എന്നിന് അവനും അവളെ പഠിപ്പിച്ച് മൊത്തം ടെൻഷനാവും. അപ്പോഴാണ് ഇവള് നോക്കുന്നുണ്ട്. അവനും ദേഷ്യപ്പെടാതെ അതൊക്കെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കും. ഇംസോൾ ഞാൻ പറയുന്നേക്ക്, ഹാൻഡിൽ നല്ലോണം പിടിക്കണം കേട്ടോ. ഞാൻ പുറകെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ ഹാൻഡിൽ വിടല്, അതുപോലും നിനക്ക് അറിയത്തില്ല. എന്നിന് ഇവനും ദേഷ്യപ്പെട്ടതോടെ അവളും തിരിച്ച് അവനോട് ചൂടാവും. എനിക്കറിയാമെങ്കിൽ ഞാൻ എന്തിനാണ് നിന്നെ കൊണ്ട് സൈക്കിൾ പഠിപ്പിച്ചു തരാൻ ചോദിക്കുന്നത്? ഇതില് സമാധാനമായിട്ടുള്ളൊരു കോച്ച്, വെറും തള്ള നീ. എന്നിന് അവള് വഴക്ക് പറഞ്ഞ ഉടനെ എങ്കിൽ പിന്നെ ഇപ്പൊ സമാധാനം പഠിപ്പിക്കാന്ന് പറഞ്ഞ് അവന് വീണ്ടും അവളെ സൈക്കിൾ ഇരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അവനും പതിയെ കുറച്ചുദൂരം പോയിട്ട് നേരെ ചൊവ്വ സീറ്റിൽ പോലും ഇരിക്കാൻ വയ്യെന്ന് അവളെ വഴക്കുറയും. ഇതോടെ അവളും ദേഷ്യത്തിൽ ഇവനൊക്കെ ഒരിക്കലും PT ടീച്ചർ ആവത്തില്ലെന്ന് അവനെ വഴക്കുറയും. അങ്ങനെ അതോടെ ഇവർ തമ്മിൽ നല്ല വഴക്കാകും. അതിനുശേഷം അവനും വീണ്ടും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ചുദൂരം പോയി അവന് കൈയെടുക്കുമ്പോഴാണ് അവളും തറയിലേക്ക് അങ്ങ് വീഴും. അപ്പോഴാണ് ഇത് കണ്ട അവനും, എല്ലാരും ഇങ്ങനെ വീന്നൊക്കെയാ പഠിക്കുന്നത്, അതുകൊണ്ട് യു ആർ സക്സസ്. എന്നിന് അവനും പറഞ്ഞോടെ ഇവളും ദേഷ്യത്തിൽ അവനെ തിരിഞ്ഞു നോക്കും. എടാ, ഈ തവണ നീ എന്റെ സൈക്കിളിൽ നിന്ന് വിട്ടാല പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. എന്നിന് അവളും പറഞ്ഞോണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ നല്ലോണം ഓട്ടിക്കുന്നുണ്ട്. ഇവന് പതിയെ കയ്യങ്ങെടുക്കും. അതിനുശേഷം അവളത് മനസ്സിലാക്കി പേടിച്ചിരിക്കുമ്പം ഇവൻ അവളുടെ കൂടെ തന്നെ ഓടി വരും. എംസോൾ നീ എന്നെ നോക്കണ്ട, റോഡ് നോക്കി ഓട്ടിക്ക്, ഇപ്പൊ നിനക്ക് നല്ല ബാലൻസ് ആയി. എന്നിന് അവൻ അവളെ സൈക്കിൾ ഓടിച്ച് പഠിപ്പിക്കുമ്പോഴാണ് അവള് സന്തോഷത്തിൽ സൈക്കിൾ ഓടിച്ചെന്ന് പറഞ്ഞ് ഹാപ്പി ആകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.